മക്കളെ, ജെറൂസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോ നമ്മുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. കാരണം ഇതൊരു വചന സംഗമ സ്ഥലത്താണ് ഒരുമിച്ചിരിക്കുന്നത്. വിവിധങ്ങളായ ഭവനങ്ങളിൽ, ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത്, മുറിയിൽ, വാഹനങ്ങളിൽ ഒക്കെ ഇരുന്ന് വചനം ശ്രവിക്കാൻ കാത്തു നിൽക്കുന്ന നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു കാവൽ മാലാഖയുണ്ട് എന്നറിയാമോ? സ്വർഗത്തിൻ്റെ സൈന്യമെന്നാണ് മാലാഖമാരെ വിശേഷിപ്പിക്കുന്നത്. ആ മാലാഖമാരുടെ കൂട്ടായ്മയിലാണ് ഇപ്പോൾ വചനം ശ്രവിക്കാൻ പോകുന്നത്. ഇന്ന് കർത്താവ് തരുന്ന വചനം പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുൻപേ അയക്കുന്നു, അവൻ നിന്നെ വഴിയിൽ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. മകളെ, ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ വഴി നടത്തുവാൻ ദൈവം നിയോഗിച്ച സേവനാത്മാക്കളാണ് മാലാഖമാർ. ദൈവത്തിൻ്റെ സേവകരും സന്ദേശ സംവാഹകരുമാണ് മാലാഖമാർ. മാലാഖമാരുടെ സഹായവും സംരക്ഷണവും ഓരോ വ്യക്തികൾക്കും ആവശ്യമാണ്. നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുകയും നമ്മുടെ വഴികളെ നിയന്ത്രിക്കുകയും യാതൊരു തിന്മയും ഭവിക്കാതിരിക്കാൻ അവയെല്ലാം ജാഗ്രതയോടെ തടയുകയും ചെയ്യുന്നവരാണ് നമ്മുടെ മാലാഖമാർ. ഓരോ ദിവസങ്ങളെയും, ഓരോ മണിക്കൂറുകളെയും, ഓരോ സ്ഥലങ്ങളെയും വിശുദ്ധീകരിക്കാനും പരിപാലിക്കാനും സംരക്ഷിക്കാനും പ്രത്യേകമായ മാലാഖമാരുണ്ട്. കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ മാലാഖയുണ്ട്, കാറ്റിനെ നിയന്ത്രിക്കാൻ മാലാഖയുണ്ട്, മഴയും മേഘവും ഇവയെ നിയന്ത്രിക്കാൻ മാലാഖമാരുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മാലാഖമാരുണ്ട്. ദൈവത്തിൻ്റെ ശക്തി മനുഷ്യനിലേക്ക് പകരാൻ കഴിവുള്ളവരാണ് മാലാഖമാർ. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മെ അറിയിക്കുകയും ചെയ്യുന്നവരാണ് മാലാഖമാർ. രോഗമാകട്ടെ, പീഡകളായിക്കൊള്ളട്ടെ, വഴിയാത്രകളായിക്കൊള്ളട്ടെ, മാലാഖയുടെ കരങ്ങളിലേക്ക് സമർപ്പണം ചെയ്യുക. സ്വർഗത്തിൻ്റെ മാലാഖമാരെ, ഞങ്ങളെ വഴി നടത്തണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സംരക്ഷണത്തിലേക്ക് ഈ കൂട്ടായ്മയെ ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും ഈ സന്ദേശം ഷെയർ ചെയ്യുന്നവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.